ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നൊരു സാറ്റർഡേ വ്ളോഗാണ്. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു രാവിലെ കല്യാണം ഉണ്ടായിട്ടുണ്ടായിന്. അപ്പം കല്യാണത്തിന് പോകുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെയാണിത്. സോ അടുക്കളയിൽ കയറി ഒന്ന് ജനവാതിലൊക്കെ തുറന്ന് ഇന്ന് കല്യാണം ഇല്ലാണ്ട് തന്നെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വളരെ ലൈറ്റാണ്. സോ ഇത് നമ്മൾ ചായക്ക് പാല് തിളപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നല്ല ചട്നിയും അതുപോലെ തന്നെ നെയ് റോസ്റ്റുമാണ്. അപ്പം ഇത് തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുകയാണ്. ചട്നിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരവി കുറച്ച് ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടിട്ട് സാധാരണ ചട്നി ആക്കുന്ന പോലെ ആക്കി. കുറച്ച് ഉപ്പ് ഇട്ടിട്ടാകുമ്പം നമ്മളെ ചട്നി റെഡി ആയിട്ടുണ്ടായിന്. ബാക്കി വന്ന തേങ്ങ നമ്മൾ ഫ്രിഡ്ജിൽ എപ്പോഴും വെക്കുന്ന പോലെ അങ്ങനെ വെച്ച് സ്റ്റോർ ചെയ്ത് സോ ചട്നി റെഡിയായി. പിന്നെ നെയ് റോസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ തലേന്ന് രാത്രി തന്നെ അരിയെല്ലാം അരച്ചിട്ടിതാ നമ്മുടെ മൺകുടുക്കയിലാണ് ഒഴിച്ച് വെച്ചിട്ടുള്ളത്. നല്ല ഫെർമെൻറ്റഡ് ആയിട്ടുള്ള നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടതിന്. കണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ആയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ അത് കുറച്ചൊരു കിണ്ണത്തിലേക്ക് ഫസ്റ്റ് വേണ്ടത് മാത്രം എടുത്തിട്ട് കലക്കി വെച്ച് നമ്മളിപ്പോൾ ആവശ്യത്തിനുള്ള ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് മാത്രം ഒരു കിണ്ണത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഇതുപോലെ ദോശ ചൂടേന്ന്. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടിയ. കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാകുമ്പോൾ നല്ലൊരു ഗീ റോസ്റ്റും അതുപോലെ തന്നെ നല്ല ചട്നിയും കൂടി കഴിച്ചിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ലൈറ്റായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ കല്യാണം ഉണ്ട്. അപ്പോഴത്തേക്കും ഇത്രയൊന്നും കാര്യമില്ല, വേഗം ഒന്ന് ആക്കിയിട്ട് പെട്ടെന്ന് പോകാനുള്ള തിരക്കിലാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ നല്ല ചട്നിയായി. പിന്നെ ഇന്ന് അവക്കാഡോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അവക്കാഡോ ഒന്ന് സ്മൂത്തി ആക്കി കുടിച്ച് ഓൾമോസ്റ്റ് പാലും പഞ്ചസാരയും അങ്ങനെയൊക്കെ ഇട്ടിട്ട് അവക്കാഡോൻ്റെ സ്മൂത്തി ആക്കിയത്. പിന്നെ നമ്മുടെ സമയം കൊണ്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള നല്ല ചട്നിയും അതുപോലെ തന്നെ നെയ് റോസ്റ്റും കഴിച്ചു. അപ്പോൾ ബാക്കി വന്ന ജ്യൂസ് ഞാൻ ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഐസ് സ്റ്റിക്കിൽ ഒഴിച്ച് വെച്ചിട്ട് ഫ്രീസറിൽ വെക്കുക. അപ്പോൾ അവരിടയ്ക്ക് ചോദിക്കുമ്പോൾ ഇതെടുത്ത് കൊടുക്കാമല്ലോ. സോ ജ്യൂസും വേസ്റ്റ് ആയിട്ടുമില്ല, അവർക്ക് നല്ലൊരു ടൈം പാസ്സും ആയില്ലേ. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൾമോസ്റ്റ് നമ്മുടെ റെഡിയായി. ട്രെയിനിന് വെയിറ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ട്രെയിൻ വന്നിട്ടാകുമ്പോൾ ട്രെയിനിൽ കയറി പിന്നെ സ്റ്റോപ്പ് എത്തുമ്പോഴത്തേക്ക് നമ്മൾ നല്ല ചായയും സമൂസയും കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. സോ നല്ല സമൂസയും ചായയും കുടിച്ച് പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. പൊതുവേ ഉള്ള പോലെ വെഡിങ് വെൽക്കം ഡ്രിങ്ക് ആയിട്ടുള്ള കുറച്ച് മിൻറ്റ് പൈനാപ്പിൾ വാട്ടർമെലനൊക്കെ കുടിച്ച് നല്ല ബ്രൈഡിനെയും ഗ്രൂമിനൊക്കെ കണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നല്ല ബിരിയാണി അതുപോലെ അൽസ കുറച്ച് തരം ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഒന്ന് കഴിച്ച് സെറ്റായി. നല്ല ഫുഡായിരുന്നു, നല്ല സലാഡായിരുന്നു. സോ നല്ല സലാഡും ചോറൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ മധുരമായിട്ട് നല്ല ബീറ്റ്റൂട്ട് കൊണ്ടുണ്ടാക്കിയ നല്ല ഹൽവയും അതുപോലെ തന്നെ വാനില ഐസ്ക്രീമും പിന്നെ നല്ല ലൈം ടീയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ലൈം ടീയും കൂടി കുടിച്ചിട്ട് അങ്ങനെ അത് അതിൽ നമ്മൾ എൻഡ് അപ്പ് ചെയ്ത് പിന്നെ
വടകരയിലായിരുന്നു കല്യാണം. സോ നല്ല കാറ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിന്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നാടും അതുപോലെ തന്നെ നല്ല നീറ്റായിട്ടുള്ള സ്റ്റേഷനാണ് ഉണ്ടായത്. സോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. സോ ഇതുപോലത്തെ പുതിയ വീഡിയോക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.